തൊഴിലാളി സമരത്തിന് മുന്നിൽ മുട്ടുമടക്കി ചടയമംഗലം ജഡായു ടൂറിസം മാനേജ്മെന്റ്. ജഡായു ടൂറിസത്തിലെ ബോണസ് ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് രാവിലെ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ജോലിക്ക് കയറാതെ ടൂറിസത്തിന് മുന്നിൽ സമരം നടത്തി. തുടർന്ന് യൂണിയൻ നേതാക്കളുമായി മാനേജ്മെന്റ് ചർച്ച നടത്തുകയും യൂണിയൻ നേതാക്കൾ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് സമരം ഒത്തുതീർപ്പാകുകയുമായിരുന്നു. തൊഴിലാളികളുടെ ഓണം ബോണസിനെ സംബന്ധിച്ച് തീരുമാനമാകാത്തതിനെ തുടർന്ന് കൊല്ലം ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ യൂണിയൻ നേതാക്കളും മാനേജ്മെന്റ് പ്രതിനിധികളും തമ്മിൽ ഇന്നലെ നടന്ന ചർച്ച പരാജയപ്പെട്ടിരുന്നു. ചടയമംഗലം ജഡായുപ്പാറ ടൂറിസത്തിലെ പ്രധാന കമ്പനിയായ ഗുരുചന്ദ്രികയുടെ പിടിവാശി മൂലമാണ് ചർച്ച പരാജയപ്പെട്ടതെന്ന് യൂണിയനുകൾ ആരോപിച്ചിരുന്നു. കരാർ തൊഴിലാളികൾക്ക് ബോണസ് നൽകുവാൻ ഗുരുചന്ദ്രിക കമ്പനി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യൂണിയനുകൾ അംഗീകരിച്ചില്ല. 5 വർഷമായി ജോലി ചെയ്യുന്ന കരാർ തൊഴിലാളികൾക്ക് കഴിഞ്ഞ വർഷം മാത്രമാണ് യൂണിയനുകൾ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 12,000 രൂപ ബോണസ് നൽകിയത്. എന്നാൽ ഇപ്പോൾ അറ്റൻഡൻസ് കണക്കാക്കി അതിലും കുറഞ്ഞ ബോണസ് മാത്രമേ നൽകാൻ കഴിയൂ എന്നായിരുന്നു കമ്പനിയുടെ നിലപാട്. അതുകൂടാതെ ഇവർക്ക് ബോണസ് നൽകേണ്ടതിന്റെ ഉത്തരവാദിത്വം കരാർ കമ്പനികൾക്കാണെന്നും ടൂറിസം നടത്തിപ്പുകാരായ ഗുരുചന്ദ്രിക പറഞ്ഞിരുന്നു. ഇതും അംഗീകരിക്കുവാൻ യൂണിയൻ തയ്യാറായില്ല. കഴിഞ്ഞ വർഷത്തെ സമാനമായ കരാർ ജീവനക്കാർക്ക് മാതൃകമ്പനിയായ ഗുരുചന്ദ്രിക ബോണസ് നൽകണമെന്ന് യൂണിയനുകൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് പൂർണ്ണമായി അംഗീകരിക്കുവാൻ മാനേജ്മെന്റ് തയ്യാറായിരുന്നില്ല. ഗുരുചന്ദ്രിക കമ്പനിയിലെ ജീവനക്കാർക്കും ബോണസിന് അർഹതയില്ല എന്നാണ് മാനേജ്മെന്റിന്റെ നിലപാട്. ബോണസിന് അർഹതയില്ലാത്ത ജീവനക്കാർക്ക് മാന്യമായ ഉത്സവബത്തയും സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 13 ദേശീയ അവധി ദിവസങ്ങളിലെ ശമ്പളവും പ്രത്യേക അലവൻസായി അനുവദിക്കണമെന്ന് യൂണിയനുകൾ ആവശ്യപ്പെട്ടെങ്കിലും അതിനും മാനേജ്മെന്റ് തയ്യാറായില്ല. തൊഴിലാളികൾക്ക് ഓവർ ടൈം അലവൻസ് അടക്കമുള്ള ഒരു ആനുകൂല്യങ്ങളും ഗുരുചന്ദ്രിക കമ്പനി നൽകാത്ത സാഹചര്യത്തിലാണ് യൂണിയനുകൾ ഇന്ന് സമരം പ്രഖ്യാപിച്ചത്. ഇതേ ടൂറിസത്തിൽ പ്രവർത്തിക്കുന്ന കേബിൾ കാറിന്റെ കമ്പനിയായ UBL അവരുടെ ഉയർന്ന ശമ്പളം വാങ്ങുന്ന തൊഴിലാളികൾക്ക് ഉൾപ്പെടെ എല്ലാ വർഷവും 20% ബോണസും മറ്റ് നിയമപ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകുമ്പോഴാണ് മാതൃകമ്പനിയായ ഗുരുചന്ദ്രിക ഇത്തരത്തിൽ തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതെന്നും യൂണിയനുകൾ കുറ്റപ്പെടുത്തിയിരുന്നു. തൊഴിലാളികൾക്ക് നിയമപ്രകാരമുള്ള ഒരു ആനുകൂല്യവും നൽകില്ലെന്ന ഗുരുചന്ദ്രികയുടെ കമ്പനിയുടെ നിലപാടിനെതിരെയാണ് തൊഴിലാളി യൂണിയനുകൾ സമരം പ്രഖ്യാപിച്ചത്. സംയുക്ത തൊഴിലാളി യൂണിയനുകളായ CITU, INTUC, AITUC യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. തുടർന്ന് മാനേജ്മെന്റ് ഇന്ന് രാവിലെ 9 മണിക്ക് ശേഷം നേതാക്കളുമായി ചർച്ച നടത്തുകയും യൂണിയനുകൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നൽകാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. തുടർന്ന് കരാർ ജീവനക്കാർക്ക് കഴിഞ്ഞ വർഷം നൽകിയ ബോണസായ 12,000 രൂപ നൽകുവാനും ഇന്ന് 6,000 രൂപ നേരിട്ട് തൊഴിലാളികൾക്ക് നൽകുകയും ബാക്കി 6,000 രൂപ തിങ്കളാഴ്ച ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് നിക്ഷേപിക്കുകയും ചെയ്യാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം.